സംഭവം സ്റ്റെം ചെയ്യുന്ന എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേരാമ്പ്ര CKG കോളേജിലെ തിരഞ്ഞെടുപ്പാണ്. അതിൽ KSU കുറേ കാലത്തിന് ശേഷം യൂണിയൻ പിടിക്കുന്നു. നമ്മൾ കാണേണ്ട കാര്യം, കഴിഞ്ഞ 2 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ KSU UDSF ആണ് ഭരിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോളേജ് യൂണിയൻ ഇലക്ഷൻ, മലബാറിലെ കോളേജ് യൂണിയൻ ഇലക്ഷൻ ഭയങ്കര ചാർജ്ഡാണ് ഇത്തവണ. കാരണം SFI സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണാത്ത തരത്തിലുള്ള അങ്ങേയറ്റം ചാർജ്ഡായ ഒരു അവസ്ഥയിലാണ് ഇത്തവണത്തെ കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CKG കോളേജ് പോലെ പരമ്പരാഗതമായ SFI കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു കോളേജ് KSU യൂണിയൻ പിടിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു 3-4 തവണ റീകൗണ്ടിംഗ് ഒക്കെ ആവശ്യപ്പെട്ടു SFI പക്ഷം. പക്ഷേ റീകൗണ്ടിംഗ് നടത്തുന്നതിനനുസരിച്ച് KSUവിൻ്റെ വോട്ട് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം KSU മുന്നണി വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. എന്നുവെച്ചാൽ ആ റിസൾട്ട് അംഗീകരിക്കാൻ അവിടുത്തെ SFI നേതൃത്വമോ പിന്നെ CPM നേതൃത്വമോ സന്നദ്ധമായില്ല എന്നുള്ളതാണ് അതിലൊരു പ്രശ്നം. ഈ പറയുന്നൊരു അസഹിഷ്ണുത, അപ്പം ക്യാമ്പസുകളിൽ SFI പുലർത്തുന്ന അസഹിഷ്ണുത, അത് അവരുടെ തന്നെ ഇടതുപക്ഷ ക്യാമ്പിൽ തന്നെയുള്ള AISF അടക്കം പലതവണ ഉന്നയിച്ചുള്ളൊരു വിഷയമാണ്. ഒരു ക്യാമ്പസ് തിരഞ്ഞെടുപ്പിനെ ഇത്ര വലിയൊരു സംഗതിയായിട്ട് CPM പോലെ ഒരു പാർട്ടി എടുക്കേണ്ട കാര്യമില്ല. അത് അവിടെ കഴിഞ്ഞു, റിസൾട്ട് വന്നു, അത് അംഗീകരിക്കുക, അതോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് സംഘർഷത്തിലേക്ക് പോകുന്നു. ആ ക്യാമ്പസ് പുറത്തുവിട്ട് പേരാമ്പ്ര ടൗണിലേക്ക് ആ സംഘർഷം പോകുന്നു. അതിൽ KSU പ്രവർത്തകർക്ക് പരിക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും UDF ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ സംഘർഷം, അതിലാണ് ഷാഫി വരുന്നത്. ഷാഫിക്ക് അടിയേറ്റു, മൂക്കിൽ നിന്ന് രക്തം വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനോട് CPM പ്രതികരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM സൈബർ ഹാൻഡിലുകൾ വലിയ തോതിലുള്ള പ്രചാരണം നടത്തി. അതെന്താണ്, ഷാഫിയല്ല ഷോഫിയാണ്, ഇത് ഷോ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഷാഫി ഏഷ്യൻ പെയിൻ്റൊക്കെ പിടിച്ച് നിൽക്കുന്ന ഇത് ഇമേജൊക്കെ മഷിപ്രയോഗമാണ്. അപ്പം മഷിപ്രയോഗത്തിൻ്റെ നാൾവഴികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ രേഖാചിത്രങ്ങളൊക്കെ വരച്ചു. അതിന് ബിലിറ്റിൽ ചെയ്യാൻ, അതൊരു നാടകമാണ് എന്ന് കാണിക്കാനാണ് CPM തുടക്കത്തിൽ ശ്രമിച്ചത്. ഏതാണ്ട് അതിന് പിൻബലം നൽകുന്ന തലത്തിലാണ് SP-യുടെ പ്രസ്താവന വന്നത്. ലാത്തി ചാർജിലല്ല പരിക്ക് പറ്റിയത്, അത് ഗ്രനേഡ്, ഈ എന്താണ് മറ്റേ വാതകം ഉണ്ടല്ലോ, അണുവാതക ഗ്രനേഡ് പ്രയോഗിച്ചപ്പോൾ ഉണ്ടായതാണ് എന്നാണ് SP പറയുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് വരികയാണ്, ഇങ്ങനെയൊക്കെ അടി കിട്ടുന്നതിൻ്റെ വിഷ്വൽസ് വരികയാണ്. പക്ഷെ ഇപ്പോഴും DYFIയുടെ നേതാക്കന്മാർ വസീഫും സനോജൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷാഫിയുടെ ഷോ എന്നാണ്. ഇന്നിപ്പോൾ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ CT ഇവാലുവേഷന് വിധേയമാക്കി. ആൻഡ് ഹി വാസ് ഫൗണ്ട് ടു ഹാവ് ഫ്രാക്ചർ ഓൺ ദ ലെഫ്റ്റ് നാസൽ ബോൺ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫ്രാക്ചർ ഓഫ് ദ റൈറ്റ് നാസൽ ബോൺ എന്നാണ്. അപ്പോൾ ലെഫ്റ്റ് നാസൽ ബോണിലും ഫ്രാക്ചറും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്, റൈറ്റ് നാസൽ ബോണിൽ ഫ്രാക്ചറും ഉണ്ട്. അതൊരു ഇവരുടെ ഔദ്യോഗികമായ മെഡിക്കൽ ബുള്ളറ്റിനാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പരിക്ക് പറ്റി കിടക്കുകയാണ്, അവരുടെ ഉത്തരവാദപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു. എന്നതിന് ശേഷവും ഇത് ഷോയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം പരിപാടിയാണ്. ഇപ്പോൾ ഷാഫി അവിടെ വരണമായിരുന്നോ, അല്ലെങ്കിൽ പരിപാടി അതിൽ UDF ആരാണോ അക്രമം നടത്തിയതെന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. പക്ഷെ ഒരു മനുഷ്യന് അടിയേറ്റു, പരിക്ക് പറ്റി, അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പോഴും ഉത്തരവാദപ്പെട്ട ഒരു യുവജന സംഘടന നേതാക്കന്മാർ അത് വെറും ഷോയാണ് എന്ന് പറയുന്നത് ആളുകൾ വിശ്വസിക്കില്ല. മാത്രമല്ല അത് സ്വയം ചെറുതാകുക എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം. ഈ ഒറ്റപ്പെട്ടൊരു സംഗതിയായിട്ടുള്ളതാണ് ഷാഫി എന്ന് പറയുന്ന ഒരു സംഗതി. ഈ വടകര മണ്ഡലത്തിൽ ഇപ്പോഴും ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു പ്രശ്ന സാന്നിധ്യമായിട്ടാണ് അവർ കാണുന്നത്. ഇത് ആദ്യമായിട്ടല്ല, കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്നു, ഗൗരവപ്പെട്ട പരാതിയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ അതിൽ DYFI രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ വടകരയിലെ MP ആയ ഷാഫി വടകരയിലുമ്പോൾ ഷാഫി വഴിയിൽ തടയുന്നു. അതിൻ്റെ ലോജിക്ക് എന്താണ്? എന്താണ് ലോജിക്ക്? ഒരേ ഒരു ലോജിക്കേ ഉള്ളൂ DYFIക്കാർക്ക്. ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിലൊരു ക്രൈം ചെയ്തു, അല്ലെങ്കിൽ അയാളൊരു കേസിൽ പ്രതിയായി എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അയാൾ സുഹൃത്തിനെ വഴിയിൽ തടയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? അപ്പോൾ ഇതെന്തുകൊണ്ട് എല്ലാ ദിവസവും ഷാഫിക്ക് പിറകെ പോവുകയാണ് CPM, പ്രത്യേകിച്ച് വടകരയിൽ CPM? അതെന്താണെന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ
വടകര റിസൾട്ട് വന്ന സമയത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സി പി എമ്മിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തോറ്റിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. വടകരയിൽ തോറ്റിരിക്കുന്നു, ശൈലജ ടീച്ചർ തോറ്റിരിക്കുന്നു എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സി പി എമ്മുകാരാണ് ആ പ്രദേശത്ത് മഹാഭൂരിപക്ഷവും. അപ്പോൾ അതിനൊരു ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതിൽ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും ആഘാതം ഉണ്ടാക്കിയ 2 തെരഞ്ഞെടുപ്പ് തോൽവികളാണ്. എന്നുവെച്ചാൽ സി പി എം ടീമിലെ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട 2 ബിംബങ്ങളാണ്. ഒന്ന് ശൈലജ ടീച്ചറും ഒന്ന് സ്വരാജും. ഇവർ 2 പേരുടെയും തോൽവി ഉൾക്കൊള്ളാൻ സി പി എമ്മിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ ഷാഫിയെ സവിശേഷമായി ലക്ഷ്യം വെച്ചിട്ടുള്ള പല സംഗതികളും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും? ഈ ഷാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു പാർട്ടി ഇങ്ങനെ എല്ലാ ദിവസവും പുറകെ കൂടി പിന്നാലെ കൂടി നടന്നു കഴിഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? അത് ഷാഫിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഷാഫിയുടെ താരപരിവേഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇപ്പോഴും വടകരയിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഷാഫിക്ക് പുറകെ പോവുകയാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ എന്തിനാണ് സി പി എം കക്ഷിയാവുന്നത്? പോലീസാണ്, സി പി എമ്മാരല്ലല്ലോ തല്ലിയത്, പോലീസുകാരാണ് തല്ലിയത്. അപ്പോൾ പോലീസിന് അത് എന്താണ് തുടക്കത്തിൽ അത് മഷിയാണെന്ന് പറയുക, പിന്നെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഇത് കൊണ്ടുവരിക, ഈ ഷോ കളിക്കുകയാണെന്ന് പറയുക. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇത് സി പി എമ്മും ഷാഫിയും തമ്മിലൊരു പ്രശ്നമല്ലല്ലോ. സി പി എം പോലീസും ഷാഫിയും തമ്മിലൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ഇതാകട്ടെ, അങ്ങനെ നിലപാടല്ലേ എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ പോലീസിനേക്കാൾ വലിയ രീതിയിൽ പോലീസിൻ്റെ വക്താവായിട്ട് സി പി എം നേതാക്കന്മാരും DYFI നേതാക്കന്മാരും സി പി എമ്മിൻ്റെ എൻ്റയർ സൈബർ ടീം ഒന്നടങ്കം ഇറങ്ങുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇതെന്താണ് മനസ്സിലാവാത്തതെന്നുള്ളതാണ്. ഷാഫിയുടെ ഈ ഷോഫിയാണ്, ഷോ ഉണ്ടാക്കുകയാണെന്നാണല്ലോ DYFI ആരോപിക്കുന്നത്. അതിന് ഇന്ധനം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? DYFI ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് പോലും വർക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതാണ് വടകരയിലെ തോൽവിയുടെ ആഘാതം തന്നെയാണ്. ഇനി പേരാമ്പ്രയിൽ സവിശേഷമായിട്ട് നമുക്കറിയാം വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിലെ ഏറ്റവും വൊളറ്റൈലായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. അതിന് തുടക്കം വരുന്ന എവിടെയെന്ന് വെച്ചാൽ ശരിക്കും പേരാമ്പ്രയിൽ നിന്നാണ്. പേരാമ്പ്രയിലൊരു DYFI നേതാവ് രാജേഷ് കൈതക്കൽ എന്ന് പറഞ്ഞ കക്ഷി ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല, നോമിനേഷൻ കൊടുത്തിട്ടുമില്ല. ഷാഫി വടകരയിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്, ഷാഫി എന്നു പേരുകാരനായ ഒരാൾ എന്ന് പറഞ്ഞിട്ട് തികഞ്ഞ വർഗീയ ഉള്ളടക്കമുള്ളൊരു പോസ്റ്റായിരുന്നു. അതിനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ DYFIയുടെ മുൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമൊക്കെയായിരുന്നു. അങ്ങനെയൊക്കെയാണ് പേരാമ്പ്രയിൽ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ഷാഫിക്കെതിരായിട്ടുള്ള ഈ പറയുന്ന പ്രചാരണങ്ങളുടെ ഒരു എപ്പിസെൻ്ററായി നിന്ന സ്ഥലമാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. അവിടെ ആകുമ്പോൾ അത് കുറച്ചും കൂടെ തീവ്രമാവും. ഇന്നിപ്പോൾ അവിടെ വലിയ പരിപാടി നടക്കുകയാണ്. CPM വലിയ വിഡ്ഢിത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയാം.